അസംബ്ലിയിലും സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മോശമായി ദുർബലമായ സാമ്പത്തിക സ്ഥിതി, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലാണ്, നമ്മുടെ സംസ്ഥാനത്തിലാണ്. സാമ്പത്തിക സ്ഥിതി ശക്തമായില്ലെങ്കിൽ അത് എന്ത് ഐഡിയോളജി, ഏത് പുസ്തകം വായിച്ചാലോ, കാൾ മാർക്സ് വായിച്ചാലോ, വേറെ നെഹ്റുവിന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചാലോ, സാമ്പത്തിക സ്ഥിതി ശക്തമായിട്ടില്ലെങ്കിൽ, ശക്തമാക്കുന്നില്ലെങ്കിൽ ആ സർക്കാർ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഫെയിലാവും. അതൊരു സത്യമാണ്, അതൊരു ബേസിക് സത്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇലക്ഷന്റെ സമയത്ത് സൗജന്യ യാത്ര, ഇത് ചെയ്യും മറ്റേത് ചെയ്യുമെന്ന് പറയുമ്പോൾ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഫിസ്ക്കൽ സിറ്റുവേഷനാണ്. അപ്പോ 10 കൊല്ലം പ്രതിപക്ഷ പാർട്ടിക്ക് ഇതൊന്നും മനസ്സിലായില്ലേ, അറിഞ്ഞില്ലേ? അറിഞ്ഞിട്ടും ഒരു വാഗ്ദാനം കൊടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. നമുക്കെല്ലാവരും, ഞാൻ ഇവിടെ വന്ന് മാർച്ച് 25 വന്ന് നമ്മള് മാധ്യമ സുഹൃത്തോട് ഞാനൊരു റിക്വസ്റ്റ് അന്ന് പറഞ്ഞതായിരുന്നു. നമ്മളെ നാടിനെ ബാധിക്കുന്നത് ചില പ്രശ്നങ്ങളുണ്ട്, ഫണ്ടമെന്റൽ ഇഷ്യൂസ്. അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. അത് ഇന്ത്യയിൽ നരേന്ദ്രമോദിജി നടപ്പിലാക്കുമ്പോൾ ഇവിടെയും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം. നമ്മളെ യുവാക്കളുടെ ഭാവിനെ കുറിച്ച്, തൊഴിലിനെ കുറിച്ച്, നിക്ഷേപത്തിനെ കുറിച്ച്. നമ്മൾ ഈ ഭരണനാടകം 50% 60% നമ്മൾ കവർ ചെയ്യണം. അത് കവർ ചെയ്യാണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. പക്ഷെ ഒരു 40-50% നമ്മൾ ഈ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചായിരുന്നു. പക്ഷെ ഈ ഇലക്ഷന്റെ സമയത്ത് നമ്മൾ കണ്ടത് എന്താണ്? വിവാദങ്ങൾ, ഡീല്, പ്രചരണം നടത്തി, വെറുതെ ഒരു വാഗ്ദാനം കൊടുത്ത് ഒരു പാർട്ടി ജയിക്കുന്നു. ഓക്കെ, അവർ ജയിച്ചു. പക്ഷേ ഇന്ന് നമ്മൾ 12 കൊല്ലം നരേന്ദ്രമോദിജിന്റെ പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് എന്ന് പഠിക്കേണ്ടത് ഒരു കാര്യമാണ്. ജനാധിപത്യം, ജനങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഒരു പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് സംസ്ഥാനത്തിലും ആവശ്യം, രാജ്യത്തിലും ആവശ്യം. ഇതാണ് 100% സത്യം. വിവാദങ്ങൾ, ഭരണനാടകങ്ങൾ, വേൾഡ് വാർ II, സ്റ്റാലിൻ, ഹിറ്റ്ലറിന്റെ കഥകൾ, ഇതെല്ലാം ഓക്കെ, ഒരു എന്റർടൈൻമെന്റ് വാല്യൂവിന് നമ്മൾ കേൾക്കുന്നു, കാണുന്നു. പക്ഷെ നമ്മൾ സംസ്ഥാനത്തിന് മുമ്പോട്ട് കൊണ്ടുപോകണമെങ്കിൽ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ കഴിഞ്ഞ 12 കൊല്ലം കൊണ്ടുവന്ന പൊളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ഈ സംസ്ഥാനത്തിന്റെ ആവശ്യം. കഴിഞ്ഞ 12 കൊല്ലം ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തിക സ്ഥിതി നരേന്ദ്രമോദിജി കൊണ്ടുവന്ന ഒരു വലിയ മാറ്റം. ഞാൻ 3 ഉദാഹരണമായിട്ട് ഒരു കോൺട്രാസ്റ്റ് ആയിട്ട് കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പുസ്തകത്തിൽ കേരളത്തിന്റെ PSUവിനെ കുറിച്ച് ഒരു ചർച്ച നടന്നിട്ടുണ്ട്. 10 കൊല്ലം നമ്മളെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ സ്ഥിതി ഇവിടെ എന്താണ്, പിന്നെ മറുവശത്ത് നമ്മുടെ നരേന്ദ്രമോദിജി വന്ന ശേഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യന്റെ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന്റെ സ്ഥിതി എന്താണ്. ഇത് നിങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കണം. ഇവിടെ നഷ്ടം ജനങ്ങളുടെ തലവേദനയായിട്ട് മാറുന്നു. അവിടെ HAL ആണോ, മാസഗോൺ ഡോക്ക് ആണോ, ഏത് പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണോ, പബ്ലിക് സെക്ടർ ബാങ്ക് ആണോ, 14 നശിച്ച് ദുർബലമായി കിടക്കുന്ന പബ്ലിക് സെക്ടർ യൂണിറ്റ്സിലെല്ലാം മാറ്റിയത് നരേന്ദ്രമോദിജി സർക്കാരാണ് കഴിഞ്ഞ 12 കൊല്ലം. ഇന്ന് HAL നോക്കൂ, പബ്ലിക് സെക്ടർ ബാങ്ക്സ് നോക്കൂ, വലിയ മാറ്റം വന്നിരിക്കുന്നു. അത് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇവിടെ കേരളത്തിന്റെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ജനങ്ങളുടെ തലവേദനയായിട്ട് മാറ്റിയതാണ് കഴിഞ്ഞ 10 കൊല്ലം CPM സർക്കാർ. രണ്ടാമത്തേത് ഒരു ഉദാഹരണമായിട്ട് പറയാണ്, തൊഴിലില്ലായ്മ. കഴിഞ്ഞ 10 കൊല്ലം, 12 കൊല്ലം നമ്മുടെ സംസ്ഥാനത്തിൽ എന്ത് ഇൻവെസ്റ്റ്മെന്റാണ് വന്നിരിക്കുന്നത്? നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി എന്തെങ്കിലും, അത് ഉമ്മൻചാണ്ടി സർക്കാരാണോ പിന്നെ പിണറായി വിജയൻ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പക്ഷേ നരേന്ദ്രമോദിജി കഴിഞ്ഞ 12 കൊല്ലം എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് കൃത്യമായി അറിയാം, നിങ്ങൾക്കും അറിയാം. വലിയ വലിയ ഫാക്ടറീസ് വരുന്നു. കോൺഗ്രസിന്റെ കാലത്ത്
മാനുഫാക്ചറിങ് ഇന്ത്യ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നടക്കുന്ന രഘുറാം രാജനായിരുന്നു കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിന്റെ ഏറ്റവും മുതിർന്ന ഒരു സുഹൃത്ത്. ഇന്നെന്താണ് അതേ ചൈനയുടെ ഫാക്ടറീസ് ഇവിടെ വരുന്നു. ആപ്പിൾ ആണോ സാംസങ് ആണോ വലിയ വലിയ ഫാക്ടറീസ് ഇന്ത്യയിൽ വരുന്നു. 1000 ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് കൂടുതൽ സംസാരിക്കുന്നില്ല. ഇതിന്റെ ഡീറ്റെയിൽസ് എല്ലാം എല്ലാവരുടെ അടുത്തും ഉണ്ട്. പക്ഷേ നമ്മളെ മുമ്പിൽ ഇത് സംസ്ഥാനമാണോ രാജ്യമാണോ, ശരിക്കും 2 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു സാധാരണ ജനന്റെ മുമ്പിൽ ഒരു 2 ഓപ്ഷനാണ്. ഒന്ന് 65-70 കൊല്ലമായിട്ട് ആ ഒരു പഴയ ഭരണനാടകം, എന്തെങ്കിലും പറയാ, വിവാദം സൃഷ്ടിക്കുക, പക്ഷെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, വലിയ സ്പീച്ച് അടിക്കുക, റീൽ ഉണ്ടാക്കുക, പിന്നെ അസംബ്ലിയിൽ പോയിട്ട് സ്റ്റാലിനും ഹിറ്റ്ലറിനെ കുറച്ച് പ്രസംഗിക്കുക. ഇത് ഒരു വശത്ത്. മറുവശത്ത് നരേന്ദ്രമോദിജിന്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്. 10, 20, 30, 40 കൊല്ലമായി പരിഹരിക്കാത്ത പ്രശ്നങ്ങൾ അധ്വാനിച്ച് പരിഹരിക്കുക. അതിന്റെ പൊളിറ്റിക്കൽ കോസ്റ്റ് എല്ലാം നോക്കിയിട്ടല്ല, എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് കൃത്യമായി ഒരു ബോധ്യം ഉണ്ടാക്കി പരിഹരിക്കുക. ഈ 2 പോളിറ്റിക്സിന്റെ, ഈ 2 രാഷ്ട്രീയത്തിന്റെ 2 ഉദാഹരണങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇന്ന് കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാൻ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന്, കേരളത്തിൽ കോൺഗ്രസും CPM-ന്റെ രാഷ്ട്രീയം, കർണാടകയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, തെലങ്കാനയിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, ഹിമാചലിലെ കോൺഗ്രസിന്റെ രാഷ്ട്രീയം, UPA ഭരിച്ചപ്പോൾ 10 കൊല്ലം കോൺഗ്രസിന്റെ രാഷ്ട്രീയം. മറുവശത്ത് ഞാൻ പറഞ്ഞ പോലെ 12 കൊല്ലം ഇന്ത്യയെ കൃത്യമായി നന്നായി മുമ്പോട്ട് കൊണ്ടുപോയ നരേന്ദ്രമോദിജിന്റെ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ്.